നമസ്കാരം. മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് ശേഷമാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെ പേര് കേരളം കേൾക്കുന്നത് തന്നെ. കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയനെ കേരളം അറിയുന്നതും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെ ചെയ്തികളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുന്നതും ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് ശേഷമാണ്, അഥവാ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ്. ADM നവീൻ ബാബുവിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നു ചേർന്ന PP ദിവ്യയുടെ ആരോപണങ്ങൾ തന്നെയായിരുന്നു, ആക്ഷേപങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒരേ ഒരു പ്രതിയായ PP ദിവ്യയുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം. എങ്ങനെയാണ് മാധ്യമങ്ങളെയും പുറമേ നിന്നുള്ള ആരെയും ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നിട്ടും PP ദിവ്യ ആ ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി വന്ന് പ്രസംഗിച്ച് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങ് തന്നെ വിളിച്ചു പറഞ്ഞത് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയൻ തന്നെയാണ് എന്നാണ് PP ദിവ്യ പിന്നീട് പോലീസിനോട് പറഞ്ഞതും അവർ അവരുടെ FB കുറിപ്പിൽ കുറിച്ചതും. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ എത്തുന്നതിന് തൊട്ട് മുൻപായി തന്നെ കളക്ടർ അരുൺ വിജയൻ്റെ ഫോണിലേക്ക് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരി PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയ കോടിക്കണക്കിന് അഴിമതിയുടെ കഥകൾ ഇപ്പോൾ ചുരുളഴിഞ്ഞ് പുറത്തു വരുമ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് PP ദിവ്യക്കെതിരെ അതീവ ഗുരുതരങ്ങളായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് രേഖാമൂലം തെളിവ് സഹിതം ഉന്നയിച്ചിരിക്കുന്നത്. PP ദിവ്യയ്ക്ക് നട്ടലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ തനിക്കെതിരെ ഒരു കേസ് കൊടുക്കാനാണ് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് PP ദിവ്യയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. താൻ അക്കമിട്ട് അടയാളപ്പെടുത്തി തെളിവുകൾ സഹിതം രേഖാസഹിതം പുറത്തുവിട്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് PP ദിവ്യ എൻ്റെ പേരിൽ കേസെടുക്കാത്തത്, നടപടികൾ എടുക്കാത്തത് എന്നാണ് ഇപ്പോൾ ഷമാസ് ചോദിക്കുന്നത്. ഇതിന് പകരമായി PP ദിവ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ FB പേജിൽ കയറി ഷമാസിനെതിരെ കുറിപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് മടിയിൽ കനമില്ല, തനിക്ക് അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന് പിണറായി വിജയൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ മാതൃകയാക്കി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എനിക്ക് ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുടെ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഭയമില്ല, കോടതിയിൽ കാണാം എന്നൊക്കെ തരത്തിലുള്ള ഒരു FB കുറിപ്പാണ് ഇപ്പോൾ ഷമാസിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി PP ദിവ്യ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഷമാസ് എടുത്തു പറയുന്നു, കണ്ണൂർ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ നടത്തിയിട്ടുള്ള എല്ലാ കരാർ ജോലികളും PP ദിവ്യയുടെ നിർമ്മാണ കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് വഴിവിട്ട ബന്ധങ്ങൾ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് ചെയ്തിട്ടുണ്ട്. അരുൺ വിജയൻ തന്നെയാണ് PP ദിവ്യയുടെ അഴിമതി ബിനാമി സ്വത്തുക്കളുടെ വലങ്കയ്യായി നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് KSU വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് ചെയർമാനായും ഗവേണിംഗ് ബോഡി മെമ്പറായ PP ദിവ്യയും ചേർന്ന് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ എല്ലാ നിർമ്മാണ കരാറുകളും ലഭിച്ചിരിക്കുന്നത് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന PP ദിവ്യയുടെ കമ്പനിക്കാണ്. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റതിന് ശേഷം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഈ നിർമ്മിതി കമ്പനി എന്ന് ഓർക്കുമ്പോൾ മറ്റൊരു കമ്പനിക്കും കൊട്ടേഷൻ കൊടുക്കാതെയാണ്, ഒരു കമ്പനിയുടെയും കൊട്ടേഷൻ വിളിക്കാതെ തന്നെയാണ് നിർമ്മിതി കേന്ദ്രത്തിൻ്റെ എല്ലാ കരാർ ജോലികളും PP ദിവ്യയുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ PP ദിവ്യയെ കൈയച്ച് സഹായിച്ചിരിക്കുന്നു, കണ്ണടച്ചു സഹായിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മുഹമ്മദ് ഷമാസ് ഉയർത്തുന്ന ആരോപണങ്ങൾ. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അധികാരമേറ്റതിന് ശേഷം അവരുടെ നിർമ്മാണ കമ്പനിയായ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്ന ആദ്യത്തെ നിർമ്മിതി ജോലികൾ പടിയൂർ ABCയുടെ വർക്കുകളാണ്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ എമ്പാട് സ്ഥാപിച്ചിട്ടുള്ള ബയോ ടോയ്ലറ്റുകളുടെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് ബയോ ടോയ്ലറ്റുകളുടെ നിർമ്മാണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നതും PP ദിവ്യയുടെ കമ്പനി തന്നെയാണ്. PP ദിവ്യ ചില ബിനാമികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കല്യാശ്ശേരിയിലെ PP ദിവ്യയുടെ പാർട്ടിയിൽപ്പെട്ട സെക്രട്ടറിയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും എല്ലാം മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് PP ദിവ്യയുടെ ഭർത്താവായ അജിത്തും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതികൾ കോടിക്കണക്കിന് രൂപയുടേതാണ് എന്ന് ഷമാസ് അക്കമിട്ട് അടയാളപ്പെടുത്തി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത്. കണ്ണൂർ പാലക്കയം തട്ടിൽ PP ദിവ്യയുടെ ഭർത്താവും PP ദിവ്യയും ചേർന്ന് നടത്തുന്ന ബിനാമി സ്വത്തുക്കളുടെ ഇടപാടുകളുടെ രേഖകൾ കൃത്യമായി തന്നെ
ഷമാസ് ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത രേഖകളിൽ പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിന് കൃഷിയാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വിവരവും കഴിഞ്ഞ ദിവസം ഷമാസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇടുക്കി കാന്തല്ലൂർ വനമേഖലയിൽ പി ദിവ്യയ്ക്കും ഭർത്താവിനുമുള്ള കൃഷിത്തോട്ടങ്ങൾ, അവിടെ ക്യാരറ്റ് വിളവെടുപ്പ് നടത്തുന്ന പി ദിവ്യയുടെ ചിത്രം സഹിതം തന്നെയാണ് ഇന്നലെ ഷമാസ് പുറത്തുവിട്ടിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പി ദിവ്യയ്ക്കും കണ്ണൂർ ജില്ലാ കളക്ടറിനും എതിരായി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷമാസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയൻ സഹപ്രവർത്തകർക്കിടയിൽ പോലും സമ്മതിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. വലിയ വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിലുമാണ് കളക്ടർക്ക് താല്പര്യം. തൻ്റെ സഹപ്രവർത്തകരോട് നികൃഷ്ട ജീവികളുടേത് എന്നപോലെ തന്നെയാണ് കളക്ടർ പെരുമാറിയിട്ടുള്ളത്. ADM നവീൻ ബാബുവിനോട് കളക്ടർക്ക് തികഞ്ഞ പുച്ഛമായിരുന്നു. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യയെ ക്ഷണിച്ചു വരുത്തുകയും പി ദിവ്യ ADM നവീൻ ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെയാണ് കളക്ടർ അരുൺ വിജയ് ആ യോഗത്തിൽ ഇരുന്നത് എന്നുള്ളത് ആ യോഗം കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ തന്നെയാണ് മുഹമ്മദ് ഷമാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഷമാസ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ TV പ്രശാന്തിനെയും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെയും പോലീസ് കൃത്യമായി തന്നെ പിടിച്ചു കുടഞ്ഞ് ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി പൊതുമനസാക്ഷിയിൽ ഉയർന്നു വരുന്നു. CBI വരും എന്ന് കേട്ടതോടുകൂടി തന്നെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെ ഡൽഹിയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി അയക്കുകയാണ് സർക്കാർ ചെയ്തത്. എന്തിനാണ് സർക്കാർ അരുൺ വിജയനെ ഇത്രയധികം പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ പി ദിവ്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബിനാമി ഇടപാടുകൾ പുറത്തു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ CBIയുടെ മുന്നിൽ കളക്ടർ ചെന്നുപെടാതിരിക്കണം. മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കളക്ടറെ മാറ്റി നിർത്തേണ്ട ആവശ്യകത CPMനുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്നും കളക്ടറെ മാറ്റി നിർത്തുവാൻ CPM നിർബന്ധിതരായിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയന്റെ എല്ലാവിധ സഹകരണവും പി ദിവ്യയുടെ ബിനാമി കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അനധികൃതമായ നിർമ്മാണ കരാറുകൾ പി ദിവ്യയുടെ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടുന്നതിന് വേണ്ടി അരുൺ വിജയ് കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്, കണ്ണടച്ച് സഹായിച്ചിട്ടുണ്ട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് പറയുമ്പോൾ തീർച്ചയായും ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. താൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. പി ദിവ്യയ്ക്ക് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട്, തന്നോട് ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റമുണ്ട്, നട്ടലുണ്ടെങ്കിൽ താൻ വെല്ലുവിളിക്കുന്നു. തനിക്കെതിരെ നിയമ നടപടികളുമായി പി ദിവ്യ മുന്നോട്ട് പോകൂ എന്നാണ് ഷമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഷമാസിന്റെ ആരോപണങ്ങൾ ക്കെതിരെ തൻ്റെ FB പേജിൽ ഒരു കുറിപ്പിട്ടുകൊണ്ടാണ് പി ദിവ്യ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പി ദിവ്യയുടെ ഒഴിഞ്ഞു മാറലാണ്. പി ദിവ്യയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയുമെല്ലാം അന്വേഷണ പരിധിയിൽ വരാതിരിക്കുവാൻ വേണ്ടിയുള്ള നാടകമാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് ഷമാസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഇനിയും ഉണ്ടാവാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.